ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇന്നൂസ് കിച്ചൺ. ഇറ്റ്സ് മീ അനീസ. ഇന്നൊരു ട്രാവൽ വ്ളോഗായിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ മെയ് 11 നമ്മൾ ഫുജൈറയിലുള്ള വാദി സഹം വില്ലേജിലെ ഒരു നാച്ചുറൽ പൂളിലേക്ക് യാത്ര പോയിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള പൂളുമാണ്. അതേപോലെ അവിടത്തേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു 7-8 വാദി ക്രോസ് ചെയ്യാനുണ്ട്. അതേപോലെ പോകുന്ന വഴിയിലൊക്കെ നല്ല ഫാമൊക്കെ ഉണ്ട്. ഒരുപാട് വാദികൾ ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ നാച്ചുറൽ പൂളിലേക്ക് എത്താൻ. ഈ ചെറിയ ചെറിയ വാദികളിലും ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ഈ നാച്ചുറൽ പൂളാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോകുന്ന സമയത്ത്. ഒരുപാട് ഫാമിലി തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ വാദികളിലേക്ക് പോകുമ്പോൾ ഒരു ഉച്ച സമയത്ത് എത്തുന്ന രീതിയിൽ, ഉച്ച കഴിഞ്ഞപാട് 2:30-3 മണിക്ക് എത്തുന്ന രീതിയിൽ തന്നെ പോകുന്നതാണ് നല്ലത്. കാരണം അവിടെ വെളിച്ചമൊക്കെ കുറവാണ്. അപ്പോൾ സന്ധ്യാവനത്തിന് മുമ്പ് തിരിച്ചെത്തലാണ് എപ്പോഴും നല്ലത്. പക്ഷേ ഈ ഭാഗത്ത് ഒരുപാട് അറബി വില്ലകളും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പള്ളി സൗകര്യം ആയാലും ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാം ഇതിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് അജ്മാലിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അടുത്ത് ഷോപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കരുതൽ നല്ലത് തന്നെയാണ്. ചെറുത് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ലഞ്ച് കഴിക്കാതെ പോകുന്നുണ്ടെങ്കിൽ എടുത്തിട്ട് തന്നെ പോകലാണ് നല്ലത്. ഷോപ്പും കാര്യങ്ങളൊക്കെ കുറവാണ്. നന്നായി അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു, അതേപോലെ നല്ല ആഴമുണ്ട്. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. നമുക്ക് ഈ മുങ്ങി കുളിക്കാൻ മാത്രമല്ല, അത്യാവശ്യം നല്ല വലിയ പൂളാണ്. ഇതിന് മുമ്പ് ഞാൻ വാദി ദിഫ്തേൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വാദി ദിഫ്ത പോലെ അത്യാവശ്യം നല്ല വലിപ്പവും നല്ല നീന്തി കുളിക്കാനും മുങ്ങി കുളിക്കാൻ സൗകര്യത്തിനുള്ള ഒരു പൂൾ തന്നെയാണിത്. ചുറ്റുവട്ടൊക്കെ അത്യാവശ്യം ആൾതാമസമുള്ളൊരു ഏരിയയും കൂടിയാണ്. അറബ് വില്ലകളും വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ UAE ഈ അടുത്തിടെയായി പെയ്തിട്ടുള്ള മഴയ്ക്ക് ശേഷം ഈ റാസൽ ഖൈമ ഫുജൈറ ഭാഗത്തുള്ള വാദികളിലൊക്കെ അത്യാവശ്യം വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വാദികളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളവിടെ വെള്ളത്തിൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട് പോകലാണ് എപ്പോഴും നല്ലത്. നമ്മൾ പോയ സമയത്ത് ഇതാണ് അവസ്ഥ. അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ നന്നായിട്ടാണ് എൻജോയ് ചെയ്തു. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. വേണ്ടവരൊന്ന് സ്ഥലം പറ്റുമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്തോളൂ. ഇതിനു മുമ്പ് ഞാൻ മദ്ഹയിൽ സ്ഥലവും കൂടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നല്ല വാദിയാണ്. അതേപോലെ വാദി ദിഫ്ത, ഇതൊക്കെ നമുക്ക് ഈ സമയത്ത് പോകാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാട്ടോ. പിന്നെ ഒരു 5:30-6 മണി ആ സമയത്ത് നമ്മൾ അവിടെ നിന്ന് വീട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ അതിനടുത്തായിട്ട് നമുക്ക് പള്ളി ടോയ്ലറ്റ് സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അധികം ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് അജ്മാലിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിയിൽ ഇതേപോലെ അറബിക് സ്വീറ്റ്സും അറബിക് ഫുഡൊക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ലുക്കൈമത്തും ബർഗറും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ലുക്കൈമത്തൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്രഞ്ചിയാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലുക്കൈമത്തൊക്കെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യുക, ശ്രദ്ധിക്കുക. കാരണം പൂൾ അത്യാവശ്യം ആഴമുള്ളതാണ്. അപ്പോൾ നീന്താൻ അറിയുന്നവരെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.